നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗം. ഇന്ന് 2025 ജൂലൈ 24 വ്യാഴം. മലയാള മാസം കർക്കിടകം 8, കൊല്ലവർഷം 1200 ആണ്ട്. നക്ഷത്രം പുണർദം. ഇന്നത്തെ നക്ഷത്രഫലങ്ങൾ. അശ്വതി. കൂടുതൽ പരിശ്രമം വേണ്ടിവരും. ലക്ഷ്യത്തിലെത്താൻ പൊരുതേണ്ടി വരും. ആത്മസംയന ശേഷി ഉയർന്നിരിക്കും. ആരോഗ്യപ്രശ്നങ്ങൾ, തലവേദന. പരിഹാരത്തിനായി ശിവക്ഷേത്രം സന്ദർശിക്കുക, ധാര അർപ്പിക്കുക. ഭരണി. ബന്ധങ്ങളിൽ ഉറപ്പുള്ള സമീപനം ആവശ്യം. കുടുംബത്തിൽ നിന്നും പിന്തുണ ലഭിക്കും. സാമ്പത്തിക മാന്ദ്യം, ചിലവ് കൂടും. പരിഹാരത്തിനായി ദേവിക്ക് ചോറ് നിവേദ്യം അർപ്പിക്കുക. കാർത്തിക. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് വൈകല്യമുണ്ടാകും. ആശയവിനിമയം മെച്ചപ്പെടും. പ്രതികാരഭാവം ഒഴിവാക്കുക. പരിഹാരത്തിനായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക. രോഹിണി. ഉദ്ദേശിച്ച കാര്യങ്ങൾ വൈകാതെ നടപ്പിലാക്കാൻ സാധിക്കും. സാമ്പത്തികം സുഗമമാകും. സഹപ്രവർത്തകരോടുള്ള ബന്ധം സൂക്ഷിക്കണം. പരിഹാരത്തിനായി ഗണേശ പൂജ നടത്തുക. മകയിരം. തൊഴിൽ മേഖലയിൽ പുരോഗതിയുണ്ടാകും. കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും. കുടുംബപരമായ പ്രശ്നങ്ങൾ. പരിഹാരത്തിനായി സരസ്വതി ദേവിക്ക് പുഷ്പാർച്ചന നടത്തുക. തിരുവാതിര. ആകസ്മികമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരാം. ബുദ്ധിശക്തി വർദ്ധിക്കും. ക്ഷീണവും അസ്ഥിരതയും ഉണ്ടാകും. പരിഹാരത്തിനായി ശിവലിംഗത്തിൽ നാരങ്ങ വിതറി കുളിക്കുക. പുണർദം. സഞ്ചാരത്തിന് അനുയോജ്യമായ ദിവസം. ബന്ധുത്വം മെച്ചപ്പെടും. കരിയറിലെ നിർണായക അവസരം നഷ്ടപ്പെട്ടേക്കാം. പരിഹാരത്തിനായി ഗുരുദേവനോട് പ്രാർത്ഥിക്കുക. പൂയം. അനുകൂലമായ വാർത്തകൾ ലഭിക്കും. ആത്മവിശ്വാസം ഉയരും. പണത്തിൻ്റെ കുറവ് അനുഭവപ്പെടും. പരിഹാരത്തിനായി കൃഷ്ണക്ഷേത്രത്തിൽ മധുരപായസം നിവേദ്യം ചെയ്യുക. ആയില്യം. മാനസിക സമ്മർദ്ദങ്ങൾ കുറയും. കുടുംബത്തിൽ സൗഹൃദാന്തരീക്ഷം. പഴയ പ്രശ്നങ്ങൾ വീണ്ടും തലകാട്ടും. പരിഹാരത്തിനായി നാഗദേവതാരാധന നടത്തുക. മകം. നിർണായകമായ കാര്യങ്ങളിൽ വിജയമില്ലാതിരിക്കാം. മനസ്സ് തളരാതെ മുന്നോട്ടു പോവുക. ജോലിയുമായി അസന്തോഷം. പരിഹാരത്തിനായി കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക. പൂരം. സാമൂഹികമായ പ്രശസ്തി ലഭിക്കും. നേതൃത്വ ഗുണം ഉയരും. അപകീർത്തിയിലേക്ക് നീങ്ങാനിടയുള്ള ദിവസം. പരിഹാരത്തിനായി ദേവീക്ഷേത്രത്തിൽ കൂട്ടുപായസം അർപ്പിക്കുക. ഉത്രം. സ്നേഹബന്ധങ്ങൾ പുതുക്കും. സന്തോഷ വാർത്തകൾ. അടിയന്തര നിക്ഷേപം ഒഴിവാക്കുക. പരിഹാരത്തിന് ശിവക്ഷേത്രത്തിൽ ദീപം വയ്ക്കുക. അത്തം. ഭവന സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടം. ആശയവിനിമയത്തിൽ കൃത്യത. വലിയ വാഗ്ദാനങ്ങൾ ഒഴിവാക്കുക. പരിഹാരങ്ങൾക്ക് വിഷ്ണു പൂജ നടത്തുക. ചിത്തിര. തൊഴിൽ മേഖലയിൽ അത്യുന്നതരമായ അവസരങ്ങൾ ലഭിക്കും. രചനാപരമായ കഴിവുകൾ ഉയരും. പ്രതികരണങ്ങളിൽ അഹങ്കാരത്തിന് ഇടവരാം. പരിഹാരത്തിന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭജനയിൽ പങ്കെടുക്കുക. ചോതി. സാമ്പത്തികമായി ചിലവേറുന്ന ദിവസം. കൃത്യതയുള്ള തീരുമാനങ്ങൾ. ആരോഗ്യത്തിൽ ചെറിയ അസ്വസ്ഥത. പരിഹാരത്തിന് കുബേരപൂജ ചെയ്യുക. വിശാഖം. യാത്രകൾ അനുകൂലമാകും. ബന്ധങ്ങൾ ശക്തമാകും. പ്രകോപനത്തിന് അടിമയാകാൻ സാധ്യത. പരിഹാരത്തിന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അർച്ചന നടത്തുക. അനിഴം. വാക്കുകൾ നിർണായകമാകും. ജാഗ്രത വേണം. സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ. ഗൗരവമുള്ള കാര്യങ്ങളിൽ പിഴവിന് സാധ്യത. പരിഹാരത്തിന് ഗായത്രി മന്ത്രം ജപിക്കുക. തൃക്കേട്ട. സാമ്പത്തികപരമായി അനുകൂലമല്ല. ആത്മാവബോധം ഉണ്ടാവണം. നിരാശയും ദുഃഖവും അലട്ടും. പരിഹാരത്തിന് ശിവക്ഷേത്രം സന്ദർശിച്ച് പ്രസാദം വാങ്ങുക. മൂലം. ഔദ്യോഗിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ധൈര്യത്തോടെ മുന്നോട്ടു പോകാം. കുടുംബ വിചാരണ ഏൽക്കേണ്ടി വരും. പരിഹാരത്തിന് ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുക. പൂരാടം. ബന്ധുക്കളുമായി മനസ്സ് തുറക്കാവുന്ന ദിനം.
പ്രശ്നപരിഹാരശേഷി ഉയരും. സാമൂഹിക വിമർശനം. പ്രശ്നപരിഹാരത്തിന് കാളീക്ഷേത്രത്തിൽ ദീപം വയ്ക്കുക. ഉത്രാടം. തൊഴിൽപരമായി ഉയർച്ചയുണ്ടാകും. നിർണായകമായ കാര്യങ്ങളിൽ വിജയം സുനിശ്ചിതം. ഭക്ഷണത്തിൽ ശ്രദ്ധ വേണം. പരിഹാരത്തിന് ഗുരുപൂജ നടത്തുക. തിരുവോണം. പുതിയ താത്പര്യങ്ങൾ ആരംഭിക്കാൻ നല്ല സമയം. സമൂഹത്തിൽ സ്ഥാനമുയരും. ചിലവിൽ നിയന്ത്രണം വേണം. പരിഹാരത്തിന് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അവിട്ടം. കുടുംബത്തിൽ പ്രാധാന്യമുള്ള ദിവസം. സഹനശീലവും സംയന ബുദ്ധിയും ആവശ്യം. ധനനഷ്ടത്തിന് സാധ്യത. പരിഹാരത്തിന് ശനിദോഷ പരിഹാര പൂജ ചെയ്യുക. ചതയം. ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ ശ്രമങ്ങൾ ആരംഭിക്കും. പ്രവർത്തനശക്തി വർദ്ധിക്കും. ശാരീരിക ക്ഷീണത്തിന് സാധ്യത. പരിഹാരത്തിന് ഹനുമാൻ ചാലിസ ജപിക്കുക. പോരുരുട്ടാതി. വിദ്യാർത്ഥികൾക്ക് അനുകൂല ദിനം. നിരന്തര പരിശ്രമത്തിന് ഫലമുണ്ടാകും. ഉറക്കമില്ലായ്മയ്ക്ക് സാധ്യത. പരിഹാരത്തിന് ഗുരുവായൂരപ്പന് സമർപ്പണം. ഉത്രട്ടാതി. പുതിയ ബന്ധങ്ങൾ ആരംഭിക്കും. മനസ്സിലുണ്ടായിരുന്ന ഭാരം നീങ്ങും. പാരമ്പര്യ വിഷയങ്ങളിൽ തർക്കമുണ്ടാവാൻ സാധ്യത. പരിഹാരത്തിന് കുലദേവതാ ക്ഷേത്രം സന്ദർശിക്കുക. രേവതി. സന്തോഷ വാർത്തകൾ ലഭിക്കും. ആത്മവിശ്വാസം ഉയരും. അപരന്മാരിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി അവഗണിക്കുക. പ്രശ്നപരിഹാരത്തിന് നാരായണീയം പാരായണം ചെയ്യുക. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനന സമയത്തിനും കൂറിനുമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടായേക്കാം. നന്ദി. ശുഭദിനം.